ഗായ്സ്, നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ആന്റി അതിന്റെ വീട്ടിൽ പോവാണ്. നമ്മൾ മെയിനായിട്ട് ഫുഡാണ് നമ്മുടെ മെയിൻ. റൈറ്റ് കേട്ട് ഞാൻ നമ്മൾ ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ട് വന്നത്. ഞാൻ ആൻറ്റിയുടെ അങ്കിളിൻ്റെ വീട് എല്ലാം അറിയാം. ബിയറൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നോൺ ആൽക്കഹോളിക് അടിപൊളി ബിയറാണിത്. ഷൂസ് ഊരിട്ട ഫസ്റ്റ്. ഷൂസ് ഗുഡ് ഗുഡ് ഗുഡ്. ആൻറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഓ, ഇത് നാട്ടിലുള്ള പൂവാണല്ലോ. ആൻറ്റിയുടെ ബാക്ക് യാർഡ് സൂപ്പറാണ്, അടിപൊളിയാണ് കാണാൻ. ആൻറ്റിയുടെ അങ്കിളിൻ്റെ കേട്ടോ. ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. ഫുൾ ചെടിയൊക്കെ വെച്ച് അടിപൊളിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇതുണ്ട്, ഇതിൻ്റെ പേര് കംഗ്വാട്ട് എന്നാണ് കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെയൊക്കെ ബ്രദറാണ്. കണ്ടോ, നല്ല പഴുത്തേക്കണം. ഇതെല്ലാം പഴുത്തേക്കണം. ദേവിന് ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റിക്ക് നല്ല വ്യൂ ഉണ്ട്, ലേക്കിൻ്റെ അടിപൊളിയാണ്. Yes, Chikru. Oh. One never alive. It always. Wait, so. ബാക്കിയുള്ള ഈ ലേക്കിലുണ്ടല്ലോ അലിഗേറ്റർ ഉണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. അത് ഇച്ചിരി ദൂരെ അപ്പുറത്ത് കിടക്കുവാണ്, കാണിക്കാവേ. കണ്ടോ, ഇതിൻ്റെ തൊട്ടടുത്ത വീടുകൾ ഇവിടെ കിടക്കുക. ഇവിടെ നമ്മൾ പോവുകയാണ്. സിസറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. Show me. It's a green tomato. What is that? ഡാഡിയുടെ മാങ്ങ കുഞ്ഞിതൊക്കെ ഇട്ടിട്ടുണ്ട്. ബേബി പേപ്പർ എവിടുന്ന്? അവരുടെ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ നെയ്ബറിന് വാഴയുണ്ട്. അപ്പം ഞാൻ വാഴയപ്പം ഉണ്ടാക്കി, അല്ലെങ്കിൽ വാഴയില അട. പിന്നെ ആൻറ്റി ആണെങ്കിൽ നല്ല അടിപൊളി മീൻകറിയും പുലാവും ക്യാബേജ് ഒരു വെറൈറ്റിയിൽ, പിന്നെ ഒരു സ്നാക്ക് ഇതേ കാണുന്ന ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്, മഷ്റൂം ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അതുണ്ടാക്കി. ഞാൻ പിന്നെ കപ്പ് ബിരിയാണി ഉണ്ടാക്കി. അങ്ങനെ അടിപൊളിയായിരുന്നു ഫുഡെല്ലാം. ഓക്കെ. പിന്നെ നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് നല്ല നാട്ടിലത്തെ അടിപൊളി പ്ലം കേക്കും ചായ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. നമ്മൾ വീടിന് 20 മിനിറ്റ്സ് ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് ആൻറ്റിയുടെ അങ്കിളിൻ്റെ വീട്ടിലേക്ക്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട്. അതൊരു അടിപൊളിയാണ്. എപ്പോഴും അവിടെ നിന്ന് പോരുമ്പോൾ വയറ് ഫുള്ളായിരിക്കും.